ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിലുണ്ടായ ഓരോ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ വന്നിട്ടുള്ളത്. ഞാൻ മറിഞ്ഞു വീണ സമയത്ത് ഒരു ഓണമായിരുന്നു, കഴിഞ്ഞ ഓണത്തിനാണ് വീണത്. അപ്പം ഹോസ്പിറ്റലിൽ പോയി, പെട്ടെന്ന് ആംബുലൻസൊക്കെ വരുത്തുന്നത് ഹോസ്പിറ്റലിൽ പോയി. കാറിലും ഒന്നും പോകാൻ പറ്റൂലായിരുന്നു, ഇരിക്കാനോ കാൽ നീട്ടി ഇരിക്കാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. ആംബുലൻസിലാണ് പോയത്. അവിടെ ചെന്നപ്പം അവിടെയും വലിയ ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിൽ ഓണമായതുകൊണ്ട് വലിയ തിരക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർമാരൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അവിടെ സർജറിക്കൊരു മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അത് സംബന്ധിച്ച് പിന്നെ അത് ശരിയായി കിട്ടി വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെയും പോയി. ഒരുപാട് 10-20 ദിവസത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു. എൻ്റെ കൂടെ നിന്നത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ ആങ്ങളമാരും ഭാര്യമാരും ഒക്കെയാണ് കൂടെ നിന്നത്. പലരും പല നാട്ടിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് നിൽക്കും, അടുത്ത ആൾ വീട്ടിൽ പോകും, അങ്ങനെയാണ് നിന്നുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് സർജറി എല്ലാം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ പോകാറായപ്പോൾ ആകെ ചെറിയൊരു വിഷമം ഉണ്ടായി. എനിക്ക് വലിയ വിഷമത്തിലായിരുന്നു അതുവരെ. വേദന, പിന്നെ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നാൽ വീട്ടിലെ അവസ്ഥ എന്താവും? വീട്ടിൽ ഉമ്മായും പാപ്പായും ആണുള്ള. പിന്നെ അടുത്ത് ഒരു കാക്കാരെ ഭാര്യയുണ്ട്. പിന്നെ അടുത്ത് വേറെ ആങ്ങളമാരും ഒക്കെ ഉണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമത്തിലായിരുന്നു. കാരണം വെച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ, എങ്ങനെ പോകും? ഉമ്മയെ കൊണ്ട് എന്നെ നോക്കാൻ എന്തായാലും പറ്റില്ല. ഉമ്മ ഒരുപാട് പ്രായമായ ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആങ്ങളുടെ ഭാര്യ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം, എൻ്റെ ഉമ്മാരെയും പാപ്പാരെയും വീട്ടിൻ്റെ അടുത്താണ്, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം, നമുക്ക് അവിടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ അവരാണ് 4 മാസത്തോളം എന്നെ നോക്കിയത് അവരാണ്. പിന്നെ ഓരോരുത്തരൊക്കെ വന്ന് നിന്ന് എന്നെ നോക്കും. വേറെ ആങ്ങളമാർ ഭാര്യമാരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അവരെ കൊണ്ട് പറ്റും പോലെ വന്ന് നോക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യത്തിൽ കൂടുതലും ബുദ്ധിമുട്ടിയതും എല്ലാം എൻ്റെ മൂത്ത കാക്കാരെ ഭാര്യയാണ്. അവർ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. അവർ ഒരു മുഖം കറുപ്പിച്ച് ഒരു വിഷമം അവർക്ക് തോന്നിയിട്ടില്ല. അവർ വളരെ സ്നേഹത്തിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നതും എല്ലാം കൈകാര്യം ചെയ്യുന്നതും ഒക്കെ. സത്യം എനിക്ക് ഒരുപാട് വിഷമം തോന്നും. ആ ഒരവസ്ഥയിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഒരു സൈഡ് ചേർന്ന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ്. ഈ സർജറി ചെയ്തതൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ രാത്രിയായാലും പകലായാലും ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കുറേ നാൾ വരെ അങ്ങനെ ആയിരുന്നു. കമ്പി ഇട്ടിരിക്കുകയായിരുന്നു. സർജറി ചെയ്തെടുത്ത് കമ്പി ഇട്ടിരിക്കുമായിരുന്നു. അപ്പം അത് ഒക്കെ ഉണങ്ങാൻ ഒരുപാട് സമയമെടുത്ത്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉറങ്ങാൻ തന്നെ വലിയ പാടായിരുന്നു. പിന്നെ മരുന്ന് കഴിക്കുമ്പോഴാണ് അപ്പം മയങ്ങിപ്പോവും. വേദന കുറയുമ്പോൾ അങ്ങ് മയങ്ങിപ്പോവും. അങ്ങനെ എൻ്റെ കാക്കാരെ ഭാര്യ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടക്കുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. പിന്നെ ഉറങ്ങാൻ പറ്റാതെ വരുമ്പം എന്തായും എന്തെങ്കിലുമൊക്കെ ഓരോ കൊറ്റികൾ കണ്ടുപിടിക്കും. ഉറുമ്പ് അടിക്കുന്നു, കൊതു അടിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഉറങ്ങിക്കിടക്കണവരെ കുത്തി ഇളകിയിട്ട് പറയും, എന്നെ ഉറുമ്പ് അടിക്കുന്നു, ഇത് എന്തെങ്കിലും ചെയ്തൊന്ന് മാറ്റിത്തരണം. അന്നത്തെ അവസ്ഥ അതാണ്. എന്തോന്നും എനിക്ക് പറയാൻ തന്നെ ഇപ്പം പറ്റുന്നില്ല. അത് മാറിയാൽ എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ അവർ വളരെ സമാധാനത്തിൽ, വളരെ സ്നേഹത്തിൽ ശരിക്കും അവർ വന്ന് അങ്ങനെ വന്ന് ഉറുമ്പ് എന്നൊക്കെ പറയുമ്പോൾ അവർ വന്ന് കട്ടിലൊക്കെ തട്ടിക്കുടഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ വിശ്വാസമൊന്ന് മാറ്റി വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ എൻ്റെ എല്ലാ കാര്യവും എന്ന് വെച്ചാൽ തുണി കഴിവും ബാക്കി എല്ലാ കാര്യവും അവർ നല്ല രീതിയിൽ നോക്കി തന്നിട്ടുണ്ട്. അവർക്ക് പകരം എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്